RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മാനുപേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസ് അത്ലറ്റിക്കോ ബിൽബാവോ മത്സരത്തെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് 7-up കൊടുത്ത് വിട്ടാക്കി, 7-up കുടിപ്പിച്ചിട്ട് വിട്ടാക്കി, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട്. ചങ്ങായിമാര് 2 പാദങ്ങൾ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 7-1 അഗ്രിഗേറ്റിലാണ് ഫൈനലിലോട്ട് പോകുന്നത്. അത്ലറ്റിക്കോ ബിൽബാവോന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ചെകുത്താന്മാർ അടിച്ചുകൂട്ടി 3 ഗോളുകൾ 3-0 വിജയിച്ചു. തിരിച്ചിവിടെ അന്ന് റെഡ് കാർഡ് കിട്ടി, അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഒരു പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് അവരതുകൊണ്ടാണ് ഈ 3-0 വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് ഫുട്ബോൾ കുറെ ആരാധകരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചെകുത്താന്മാരുടെ തട്ടകത്തിൽ വന്നു, കംബാക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത്ലറ്റിക്കോ ബിൽബാവോ എത്തിയത്. പക്ഷേ 4 കയറ്റി കൊടുത്ത് വീണ്ടും 4-1 ഒരു ഗോളാണ് തിരിച്ചടിക്കാൻ പറ്റി. 2 പാദങ്ങൾ മത്സരം ഇന്ന് ഫുൾ ടീമായിട്ട്. പക്ഷെ ഗ്രൗണ്ട് മാറിപ്പോയി. ചെകുത്താന്മാരുടെ തട്ടകത്തിലാണ് അത്ലറ്റിക്കോ ബിൽബാവോ എത്തിയത്. അങ്ങനെ 7-1 അഗ്രിഗേറ്റിൽ വിജയിച്ചു കയറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി ടോട്ടൻഹാമായിട്ടാണ് അടുത്ത മത്സരം ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മിക്കവാറും ഈ യൂറോപ്പ ലീഗിൽ എത്തുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫോം ഇന്നത്തെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. ഈ 2 ലെഗ് മത്സരങ്ങൾ അന്ന് 10 പേരായിട്ട് മത്സരിച്ചെങ്കിൽ ഇന്ന് ഫുൾ ടീമിനെതിരെ മത്സരിച്ച അത്ലറ്റിക്കോ ബിൽബാവോയെ പരാജയപ്പെടുത്തി. അത് 4 ഗോൾ, എമ്മാതിരി ഗോളുകൾ, അവസാനത്തെ ഗോളൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഇനി ഫൈനലിലാണ് ടോട്ടൻഹാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 2 പമ്പന്മാരാണ് ഏറ്റുമുട്ടുന്നത്. ആർക്കായിരിക്കും വിജയം ഒന്നും പറയാൻ പറ്റില്ല. ഇതില് യൂറോപ്പ ലീഗിൽ കുറച്ചുകൂടെ ഫേവറേറ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതേപോലെ സെവില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറെ ട്രോഫികൾ അടിച്ചു കൂട്ടിയതാണ്. എങ്ങനെ ലാലിയിൽ മോശമായി കളിച്ചാലും ഈ ചങ്ങായിമാര് യൂറോപ്പ ലീഗിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിളങ്ങി സെവില്ല കളി എന്നാണ്. അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓരോ സീസണിൽ 9-10 സ്ഥാനത്തൊക്കെ, ഈ സീസണിൽ തന്നെ എത്ര സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടില്ല, ഇപ്പോഴത്തെ അവരുടെ ഒരു പോരാട്ട വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ കളിയിൽ പതുക്കെ തുടങ്ങി നല്ല ഹൈ വോൾട്ടേജ് കൂട്ടി കൊണ്ടുവന്ന് പിന്നെ അടിച്ച് കയറ്റില്ല. അവസാനത്തെ 3 ഗോളൊക്കെ സെക്കൻഡ് ഹാഫിൽ വന്നത് എമ്മാതിരി അട്ടിയാണ്. 4 ഗോളാണ് കയറ്റി കൊടുത്തത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ അവരുടെ ഗോളി ഒരു അടിച്ചു കയറി വന്ന് അടിച്ചു കൊടുത്ത ബോള് മൗണ്ട് എടുത്ത് ഡയറക്റ്റ് ഗോൾ പോസ്റ്റിലേക്ക് സെൻട്രൽ ലൈൻ്റെ അവിടെ ഭാഗത്തുനിന്ന് ഒരു എടുത്ത് കൊടുത്തത് ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഡയറക്റ്റ് ഷോട്ട്. എമ്മാതിരി കിക്ക് എന്നറിയാം. ഗോളിയുടെ ഒരു മിസ്റ്റേക്കാണ്, പക്ഷെ ഗോളി അടിച്ചു കളഞ്ഞാൽ പക്ഷെ കറക്റ്റ് കിട്ടിയത് മൗണ്ടിന്റെ കാലിൽ. അതിനോട് സ്റ്റോപ്പ് ചെയ്യുന്ന എടുത്തൊരടി മാതിരി ഷോട്ടായിരുന്നു അറിയാം. അടിപൊളി ഗോൾ, മനോഹരമായ ആ ഗോളിന് ശേഷം കളി വിസിൽ മുഴങ്ങി. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ഒരു യൂറോപ്പ ലീഗ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ടോട്ടൻഹാം ഹോട്ട്സ്പേറാണ് എതിർ ടീം വരുന്നത്. അവരും 5-1 അഗ്രിഗേറ്റിലാണ് ഇന്ന് 2 ഗോൾ വിജയിച്ചു. 5-1 അഗ്രിഗേറ്റിലാണ് അവരും വരുന്നത്. ഞാൻ അവരുടെ കളി വാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി ഞാനൊരു കംബാക്ക് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഇന്ന് ടിവിക്ക് മുന്നിൽ ഇരുന്നത് അത്ലറ്റിക്കോ ബിൽബാവോന്റെ കളി കാണാൻ വേണ്ടിയിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി ഒരു കംബാക്കിന് ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്. പക്ഷെ അത്ലറ്റിക്കോ ബിൽബാവോ അത്യാവശ്യം ഇന്നലെ ആവശ്യത്തിൽ കളിച്ച അതേ കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാതെ ഇമ്പാക്റ്റും ഗോളുകളും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡും ഡിഫൻഡർമാരുടെയും ഇടയിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഗോളിക്ക് വരെ അത്ര സേവിനുള്ള ബോളുകൾ വരെ അവസരങ്ങൾ വരെ ഉണ്ടായിട്ടില്ല. എന്നാലും കളി അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കളിച്ചു തുടങ്ങിയാലും പിന്നെ കൈവിട്ടു പോവാന്ന് പറഞ്ഞാൽ അമ്മാതിരി അറ്റാക്കും മിഡ്ഫീൽഡും കളി. കാസിമീറോ ചങ്ങായൊക്കെ റിയൽ മാഡ്രിഡൊന്നും ഇപ്പൊ വിട്ടു വരേണ്ട ചങ്ങായി ആയിരുന്നില്ല. റിയൽ മാഡ്രിഡിന് ശരിക്കും ഒരു നഷ്ടമാണ്. ഇപ്പൊ കാസിമീറോ, ക്രൂസും മോഡ്രിച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ കാസിമീറോ ഇവർ 3 ആളായിരുന്നു ഒരു കാലത്ത് റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് ഭരിച്ചിരുന്നത്. ആ ചങ്ങായൊക്കെ പെട്ടെന്ന് വിട്ട് വന്നപ്പോൾ ആ ഗ്യാപ്പ് നികത്താൻ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പോൾ മോഡ്രിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രൂസ് പോയി, മോഡ്രിച്ച് പോയി കഴിഞ്ഞാൽ നീ ആരൊക്കെ വന്നിട്ടാണ് നികത്താന്ന് പറയാൻ പറ്റില്ല. കാസിമീർ ഇപ്പോഴും കളിക്കുന്ന ഈ പ്രായത്തിൽ കളിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ചോരത്തിളപ്പിന്റെ കളി ആ റയൽ മാഡ്രിഡിൽ എന്താ കളിച്ചുകൊണ്ടിരുന്നത് ആ കളി തന്നെ ഇവിടെയും കളിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. അങ്ങനെ ഈ വിജയത്തോടു കൂടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലിൽ ഫേവറേറ്റുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും ടോട്ടൻഹാം എന്തിനും തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.